ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ അതാ ഞാൻ മാത്രമല്ല, സ്നോ ഉണ്ട് കേട്ടോ. സ്നോ ഭയങ്കര കുറുമ്പനായിട്ടുണ്ട്. ഡേ ബൈ ഡേ ഇങ്ങനെ പ്രാന്ത് നമ്മളെ പിടിപ്പിക്കും. അപ്പോൾ അതാ എൻ്റെ ഉടുപ്പിൽ വന്ന് കടിച്ച് വലിച്ച് നടക്കണം. കാണിക്കണം, നോക്കി. കണ്ട ഇതാണ് ഇവൻ്റെ പ്രശ്നം. പിന്നെ പുറകിൽ നിന്ന് മാറില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോണതിന് മുന്നേ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്ടായിരുന്നു. സമയം 11 മണിയാവുക. ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയിട്ട് ബാക്കി ഉള്ളത് ഇവിടെ തന്നെ മടക്കി വയ്ക്കണം. ഒരുത്തൻ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണാം. കണ്ട ഇവനൊരു കടിയനാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കല്ലേ കേട്ടോ. പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. ഇതാണ് എൻ്റെ കുട്ടിയുടെ സ്വഭാവം അല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഈ റൂമിലാണ് നമ്മൾ അലക്കി വെച്ച തുണികളൊക്കെ കുന്നുകൂമ്പാരായിട്ട് കൊണ്ടിടുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ മടക്കി വെച്ചു. എൻ്റെ പുറകിൽ എന്നെ ഒരുത്തം വന്ന് കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ ഓൾമോസ്റ്റ് പണികൾ കഴിഞ്ഞു. ഇവനിപ്പോഴും എൻ്റെ ഇതൊക്കെ ഈ ചെക്കനെ കൊണ്ട് വല്ലാത്ത പാടായല്ലോ. പിന്നെ ഇത് ഞാൻ രാവിലെ പഠിപ്പിച്ച ശീലമാണ് കേട്ടോ. ഒരു ചെറിയ ഇറുക്കിലോണ്ട് ഒരു കുഞ്ഞടിയൊക്കെ കൊടുത്തിട്ട് പഠിപ്പിച്ച. ആദ്യം എൻ്റെ വിചാരം ഈ അടുക്കളയും എൻ്റെ കക്കൂസാണെന്നാണ്. എപ്പോഴും ഇവിടെ വന്ന് ഇവിടെ വന്ന് അപ്പിടലൊക്കെ ആയിരുന്നു പരിപാടി. ഇന്ന് രാവിലെ ഒരു അടിയൊക്കെ കൊടുത്ത് ഒന്ന് കുശക്കം പിണങ്ങിയൊക്കെ കിടന്നപ്പോഴേക്കും ഇപ്പം ഇതാ ഈ പടി വരെ വരുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് അവൻ കിടക്കില്ല. ഇതാണ് ഇവൻ്റെ ലക്ഷ്മണരേഖ അല്ലേ സ്നോ ബേബി. ഓ വന്ന് ഫുഡ് കൊടുത്തിട്ട് വേണം പോവാൻ. ഇനി എനിക്കൊക്കെ രാവിലെ അല്ലേ കിട്ടുള്ളൂ. ഇതാ കഴിച്ചോട്ടാ ഗൈസ്. ഞങ്ങൾ ഇറങ്ങിയപ്പോ എത്ര മണി? 11:30 12 മണി. എത്ര മണി? 11:51 ഞങ്ങൾ ഇറങ്ങിയപ്പോ. ഇപ്പൊ 11:15 റെഡി ചെയ്യുന്നിട്ട് കാര്യമില്ല. കുറെ സാധനങ്ങൾ ചെയ്യാണ്ടായിരുന്നു. തത്തയ്ക്ക് ഫുഡ് കൊടുക്കണം, കുക്കിക്ക് ഫുഡ് കൊടുക്കണം, വീട് നമ്മൾ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് ഈ മുതലിന് ഫുഡ് കൊടുത്ത് വന്നപ്പോൾ ഒരു സമയമായി. മുതലാണെങ്കിൽ ഇപ്പൊ ഇരിക്കണമില്ല. നോക്ക്, ഇങ്ങനെ നോക്കിയിരിക്കാണ്. ഇനിയിപ്പോ ഇവൻ അതുവിന്റെ മേത്തേക്ക് ചാടണം. ഇതാണ് വേഷം കെട്ട്. അപ്പൊ നമ്മ ഇനി പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോ നമ്മളിതാ പോയോണ്ടിരിക്കുക കേട്ടോ. ഒരാളപ്പോഴേക്കും സെറ്റായി. കുറെ നേരമായിട്ട് എൻ്റെ തലയിലൊക്കെ കയറി നടന്നിക്കണായിരുന്നു. ഇപ്പോഴാണ് ഒരു കംഫർട്ടബിൾ പൊസിഷൻ കിട്ടിയത് കൊച്ചിന്. അപ്പൊ കൊച്ചുറങ്ങി. സ്നോ പൊസിഷൻ മാറ്റി ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് എന്നിട്ട് വയ്യ. ഒന്നും കഴിച്ചിട്ടില്ല. അതേലും കട കാണുമ്പോൾ നിർത്തി എന്തെങ്കിലും കഴിക്കണം. ഊരുറക്കമാണ് കേട്ടോ. നമ്മൾ കുതിരാൻ ജസ്റ്റ് കഴിഞ്ഞു. ഞങ്ങളിതാ പെട്രോൾ അടിക്കാൻ കയറാണ് കേട്ടോ. ചെക്കൻ ഭയങ്കര ഉറക്കമാണ്. സർ ഓ സോറി 710 കേട്ടോ. പറഞ്ഞു ഞാൻ മൂത്രമൊഴിപ്പിച്ചിട്ടാ കുറച്ച് നേരമൊക്കെ നടക്കാൻ സമ്മതിക്കാനുള്ള. അതായത് അവന്മാർ വന്നിട്ട് അലമ്പുണ്ടാക്കണം. അടുത്ത പെട്രോൾ പമ്പിൽ ഞങ്ങളെ നടത്തിക്കും കൊച്ചിന്. അവനിറങ്ങിയപ്പോൾ 2-3 പേര് ഇവിടെ വന്നു. അതെ, ഇതാണ് ഇവിടെ ഫുള്ള് ലുക്ക്. പാവാട ലുക്ക്. ഓക്കെ ബൈ. വണ്ടി കയറി അപ്പം തന്നെ ഉറങ്ങി. എനിച്ചിട്ടുണ്ട് ആള് കുറച്ച് നേരമായിട്ട്. സ്നോ കേട്ടോ ഗൈസ്. സമയം 3 മണി കഴിഞ്ഞു. ഇവനാണെങ്കിൽ ഇവിടെ 3 മണി വരെ ഇങ്ങനെ അവിടെ കിടക്കുക ഇവിടെ കിടക്കുക അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു. കുറച്ച് നേരം ഉറങ്ങും. ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. പക്ഷെ കംഫർട്ട് കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അതുകൊണ്ട് മടിക്കൊക്കെ ഓടി. പിന്നെ ഓരോ കുലുക്കം വരുമ്പോഴും അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞാൻ ഇങ്ങനെ എടുത്തിട്ടു. ഇപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒച്ചയൊന്നും ഉണ്ടാക്കണില്ല. നല്ല ഉറക്കമാണ്. ഞങ്ങളിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലും കടയിൽ കാണുമ്പോൾ ഒന്ന് ഞാനേ അവനപ്പം തന്നെ മാറ്റി. കാരണം അവന് ബാക്കിൽ കിടന്നാൽ കംഫർട്ട് ഉണ്ടാവുമോ, ഉറങ്ങാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്.
അതിന് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ കിടക്കുന്ന അത്ര സേഫ് അല്ല. ഒന്നുമില്ല ഈ സൈഡിലേക്ക് വീഴാം, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വീഴാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്താൽ ഒന്ന് പ്രസ്സാവുകയോ മുന്നേക്ക് പോയിട്ട് ഞാൻ അമ്മയ്ക്ക് പോവുക എന്തെങ്കിലുമൊക്കെ ആവാമല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഇറക്കി മടിയിലേക്ക് കിടത്തി. മടിയിലല്ല, കയ്യിലിങ്ങനെ കിടത്തി. അപ്പം കുറച്ചധികം നേരം കിടന്നുറങ്ങി. ഇപ്പം അതാ ഇങ്ങനെ കളിച്ച് നടപ്പുണ്ട്. മൂത്തറൊക്കെ ഒഴിച്ചിട്ട് ഇതാ വന്ന് കിടന്നട്ടാ. എന്താ സ്നോ മുള്ളിയാ ചീച്ചി മുള്ളിയാ ഗൈസ്. അത് വഴിയൊക്കെ മാറി കേറി കേട്ടോ, ഹൈവേന്നൊക്കെ തെറ്റി വഴി കേറി. ഇവനെ ഉറങ്ങാൻ പറ്റാതെ ഇപ്പൊ ഞാൻ സീറ്റ് ഇതിങ്ങനെ പ്ലെയിൻ ആക്കി നിലത്തേക്ക് ഇട്ട് ഏട്ടാ അവിടെ കിടന്നു. അപ്പൊ നല്ല ഉറങ്ങി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇടയ്ക്ക് മുള്ളുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 30 കിലോമീറ്ററിന് അടുത്തും കൂടി ഉള്ളു കേട്ടോ. 50. ഞങ്ങള് ബാംഗ്ലൂർ എത്തി ഗൈസ്. സ്നോ കളിക്കാണ് കേട്ടാ. സ്നോയുടെ ഫേവറേറ്റ് ടോയ് ആണിത്. ഫേവറേറ്റ് ഒന്നല്ല, ഫേവറേറ്റ് ടോയ് നമ്മളുടെ കയ്യും കാലൊക്കെയാണ്. കേട്ടാ കണ്ട അതുമാണ് ഫുള്ള് ഡ്രൈവ് ചെയ്ത് കേട്ടോ. അതുവാണെങ്കിൽ ഫുള്ള് കവറൊക്കെ ചെയ്ത് സെറ്റായിട്ടാണ് ഇരിക്കണേ. ഞാൻ അങ്ങനെ ബാംഗ്ലൂർ എത്തി. ഞാൻ ഉറങ്ങിപ്പോയി കഴിച്ചു. എനിക്ക് കണ്ണ ഉറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ എന്തെങ്കിലും തായോ? അമ്മ എന്തെങ്കിലും തായോ? ഗൈസ് ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് റീച്ച് ആയുള്ളൂ. അവനെ ഞങ്ങളുടെ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി. എല്ലാവരും നല്ല ഉറക്കമാണ്. ചേട്ടനൊക്കെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്ന കാരണം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പം വന്ന് കിടന്നുറങ്ങും. അപ്പോൾ എനിപ്പിച്ചിട്ടില്ല. ഫുഡൊക്കെ ഇടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ബൈ.